ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. സോ അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ലീഗിലെ അവസാന മത്സരം അങ്ങനെ കളിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വിജയത്തോടുകൂടി ഈ സീസൺ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സോ നമ്മൾക്ക് ഈ മത്സരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ അവസാന മത്സരം FC ഗോവയ്ക്കെതിരെയാണ് കളിച്ചത്. FC ഗോവയ്ക്കെതിരെ 2-1 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആഷ്ലി വെസ്റ്റ്വുഡ് കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നുവെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരുപക്ഷെ അറ്റ്ലീസ്റ്റ് പ്ലേ ഓഫിലേക്കെങ്കിലും ഈ സീസണിൽ കടക്കുവാൻ സാധിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം ആഷ്ലി വെസ്റ്റ്വുഡ് വന്നതിന് ശേഷം വളരെ മികച്ച പെർഫോമൻസ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിരുന്നത്. ആദ്യം ഡേവിഡ് കറ്റാലെ ആയിരുന്ന സമയത്ത് അത്ര വലിയ പെർഫോമൻസ് ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ കറ്റാലക്ക് പകരം വന്ന ആഷ്ലി വെസ്റ്റ്വുഡിന്റെ കീഴിൽ വളരെ മികച്ച പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെക്കുന്നത്. അങ്ങനെ 2-1 എന്ന സ്കോറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയ്ക്കെതിരെ അവസാന മത്സരം ജയിച്ച് ഈ സീസൺ അവസാനിപ്പിച്ചിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകൾ നേടിയത് കെവിൻ യോക്കെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫാലോണ്ടൻ ഡിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ നേടിയത്. മറുപുറത്ത് FC ഗോവയ്ക്ക് വേണ്ടി മുഹമ്മദ് നിമിലിലൂടെയാണ് അവർ ഒരു ഗോൾ മടക്കിയത്. 2-1 ആ ഒരു ഗോള് FC ഗോവയ്ക്ക് വേണ്ടി നേടിയത് മലയാളി താരം കോഴിക്കോട്ടുകാരനായ മുഹമ്മദ് നിമിലിലൂടെയാണ് FC ഗോവ ആ ഒരു ഗോൾ മടക്കിയത്. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ 2-1 എന്ന സ്കോറിൽ ഈ സീസൺ അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി അടുത്ത സീസൺ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയിലാണ് ഇപ്പോൾ ആരാധകർ. ഇതുവരെ ഒരു ഒഫീഷ്യൽ ന്യൂസും വന്നിട്ടില്ല. സോ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അടുത്ത സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് ISL കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സീസണിൽ ISL ഉണ്ടാവട്ടെ. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാൻ സാധിക്കട്ടെ എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.